Hello. Hi, Magic Morning. ഹലോ, കേൾക്കണില്ലേ? മാജിക് മോർണിംഗ്. ഇന്ന് നമ്മളെ ബി മേജിക് മെമ്പറും കൂടിയായ ബാബു സാറിന്റെ ക്ലാസ് ആണ് ഇന്ന് ഒരു ഹെൽത്ത് അവയർനെസ് ക്ലാസ് ആണ് നമുക്കൊന്ന് തരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ ബാബു സാറിനെ ഇതിലേക്ക് ക്ഷണിക്കുന്നു. ബാബു സാറേ. Yes, ma'am. Magic morning. ഓക്കെ. Magic morning to all. എല്ലാവരും റെഡി അല്ലേ? റെഡിയാണോ അല്ലയോ? എല്ലാവരും മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞു വളരെ എനർജറ്റിക് ആയിട്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പൊ അല്ലെ? യെസ് സാർ, യെസ്. ഓക്കെ. അപ്പൊ നമ്മുടെ എത്രയും പ്രിയപ്പെട്ട സേഫ് സാൻ അതായത് ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു സക്സസ്ഫുൾ ലൈഫ് നയിക്കാമെന്ന ഒരു പ്രാക്ടീസ് നൽകുകയും അതോടൊപ്പം അതിനെ മെന്റേഴ്സിലൂടെ ചെക്ക് ചെയ്തുകൊണ്ട് ടു ഡു ലിസ്റ്റ്, എക്സസൈസ്, ബുക്ക് റീഡിങ്, അതുപോലെ തന്നെ എക്സ്പെൻസ് ആൻഡ് ഇൻകം, ഇത്തരം കാര്യങ്ങളിലൂടെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളെ പ്രാക്ടീസ് ചെയ്യിച്ചുകൊണ്ട് നമ്മളെ ഒരു സക്സസ് വിജയി പേഴ്സൺ ആക്കി മാറ്റുന്ന ഇതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ബി മാജിക്കിന്റെയും അതുപോലെ സബ് ഗ്രൂപ്പുകളുടെയും ഫൗണ്ടർ ആയിട്ടുള്ള സൈഫ് സാർ ആൻഡ് ഇതിന്റെ കോർഡിനേറ്റേഴ്സ്, ലീഡേഴ്സ്, ഓൾ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഓൾ മെമ്പേഴ്സ്, മെന്റേഴ്സ്, എല്ലാവർക്കും ഒരു ഹാപ്പി മോർണിംഗ്, മാജിക് മോർണിംഗ്, ഹെൽത്തി മോർണിംഗ് ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മളുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മൾ ഇന്നിവിടെ പറഞ്ഞിട്ടുള്ളത് ഇമ്പോർട്ടന്റ് ഓഫ് ഹെൽത്ത് കെയർ ആൻഡ് ഹൗ ടു പ്രിവെന്റ് ദ മെഡിക്കൽ എക്സ്പെൻസ്. കാര്യങ്ങൾ എല്ലാവരും നോട്ട് ചെയ്ത് കണ്ട് കാണും. എങ്ങനെ നമുക്ക് ഹെൽത്തിനെ ശ്രദ്ധിക്കാം, അതായത് ഹെൽത്ത് ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്, അതോടൊപ്പം തന്നെ എങ്ങനെ നമുക്ക് മെഡിക്കൽ എക്സ്പെൻസിനെ കുറക്കാം അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാം, ഇല്ലാതിരിക്കാം. മെഡിക്കൽ എക്സ്പെൻസ് ഇല്ലാതെ എങ്ങനെ ഒരു ജീവിതം സാധ്യമാണോ, ഇതാണ് നമ്മുടെ സബ്ജക്ട്. എന്നെ കുറിച്ച് അറിയാമായിരിക്കും, അറിയാത്തവരുടെ എന്നെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഒരു ബാബു എന്നാണ്. ഞാൻ അസിസ്റ്റ് ലൈഫ് ഹെൽത്ത് കെയർ ആൻഡ് കമ്മ്യൂണിക്കേഷന്റെ അഡ്മിനാണ്. എറണാകുളം ജില്ലയിൽ വൈപ്പിനിലെ നായരമ്പലം എന്ന സ്ഥലത്ത് താമസിക്കുന്നു. വൈഫും ഒരു കുട്ടിയും അടങ്ങിയതാണ് എൻ്റെ കുടുംബം. വൈഫ് PR ആയിട്ട് വർക്ക് ചെയ്യുന്നു. മകൾ ശാന്ത പി കുമാരി 9ാം സ്റ്റാൻഡേർഡിൽ എക്സാം എഴുതിയിരിക്കുന്നു. ഇതാണ് എന്നെ കുറിച്ചുള്ള ഒരു എല്ലാവരും സുഖം തന്നെയല്ലേ? എല്ലാവരും സുഖം തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻട്രാക്ഷൻ ആകാട്ടോ, അല്ലെങ്കിൽ ഒരു വാർത്ത വായിക്കുന്ന പോലെയൊക്കെ ആയി പോകും കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മളുടെ ഇമ്പോർട്ടന്റ് ഓഫ് ഹെൽത്ത് കെയർ അല്ലെ, നമ്മൾ ആരോഗ്യത്തിനെ കുറിച്ച് ശ്രദ്ധിക്കണം. എങ്ങനെയായിരിക്കണം ആരോഗ്യം? അപ്പൊ അതിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമേ നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ തുടങ്ങി ആലോചിക്കണം. അതായത് നമ്മളൊരു വിത്ത് വിതക്കാൻ നേരത്ത് മോശം വിത്ത് വിതച്ചാൽ എന്തുണ്ടാവും? മോശമായിട്ടുള്ള ഫലം ഉണ്ടാവും അല്ലെ? അപ്പൊ അതുകൊണ്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു തീരുമാനം എടുക്കണം. ആരോഗ്യവതി അല്ലെങ്കിൽ ആരോഗ്യവാനായിട്ടുള്ളവർക്കാണ് ആരോഗ്യമുള്ള ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ കഴിയുന്നത്. അത് കഴിഞ്ഞായാലും ചിന്തിക്കാം. ഏതായാലും അതവിടെ നിൽക്കട്ടെ, നമ്മൾക്കിപ്പോ പ്രസന്റിലേക്ക് വരാം, അതായത് ഇവിടത്തേക്ക് വരാം. അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഹെൽത്തിനെ കുറിച്ച് പറയുമ്പോൾ ശരീരത്തെ കുറിച്ച് പറയുന്നുണ്ടാവും, ശരീരം എന്താണെന്ന് പറയേണ്ടതുണ്ടാവും, ശരീരത്തിന്റെ ഐഡന്റിഫിക്കേഷൻ, മെയിൽ ബോഡി, ഫീമെയിൽ ബോഡി, അതിനെ കുറിച്ച് പറയുന്നുണ്ടാവും, എന്ത് ആഹാരം കഴിക്കണം എന്നുള്ളതുണ്ടാവും. ആഹാരം കഴിക്കുക എന്നുള്ളത് പറയുമ്പോൾ അടുക്കളയിലേക്ക് പോകേണ്ടതായിട്ട് വരും. അടുക്കളയിലേക്ക് എങ്ങനെ പ്രവേശിക്കണം എന്ന് പറയേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ അടുക്കളയിലെ പാത്രങ്ങൾ എങ്ങനെയായിരിക്കണം, അടുക്കളയിലേക്ക് പ്രവേശിക്കുന്നവർ എങ്ങനെയായിരിക്കണം. അപ്പോൾ നമ്മൾ പർച്ചേസിങ്ങിലേക്ക് പോകേണ്ടതായിട്ട് വരും. ഒരു പർച്ചേസ് ചെയ്യുമ്പോൾ എത്തരത്തിലുള്ള സാധനങ്ങളാണ് പർച്ചേസ് ചെയ്യേണ്ടത്, എന്തൊക്കെ സാധനങ്ങൾ വേണം, വേണ്ടാതിരിക്കും, അത്തരം കാര്യങ്ങളൊക്കെ ആരോഗ്യത്തിനെ കുറിച്ച് പറയേണ്ടി വരും. എന്ത് കുടിക്കണം എന്ന് പറയേണ്ടി വരും, എപ്പോൾ കുടിക്കണം, എന്ത് കുടിക്കണം, എങ്ങനെ കുടിക്കണം, എന്ത് കഴിക്കണം എന്നുള്ളതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് കഴിക്കാതിരിക്കണം. അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയേണ്ടി വരും. ഇതാണ് ഹെൽത്തിനെ കുറിച്ചുള്ള ഏതാണ്ട് രൂപരേഖ. അതോടൊപ്പം നമ്മൾ മറ്റേ ശ്രദ്ധിക്കേണ്ടതാണ് എങ്ങനെയായിരിക്കണം നമ്മുടെ ഒരു ദിവസം തുടങ്ങേണ്ടത്. അതും ആരോഗ്യപരമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്.
അപ്പൊ ഇത്രയും കാര്യങ്ങളിലൂടെയൊക്കെ ഏതാണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ആരോഗ്യപരമായ ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാൻ പറ്റും. പിന്നെ എങ്ങനെ നമുക്ക് മെഡിക്കൽ എക്സ്പെൻസ് കുറക്കാം, അതല്ലെങ്കിൽ ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ അല്ലെങ്കിൽ അസുഖം പിടിക്കാതിരിക്കുക, മരുന്ന് കഴിക്കാതിരിക്കുക, അതിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നും ഇവിടെ സൂചിപ്പിക്കേണ്ടാവും. ഇതാണ് ഏതാണ്ട് രൂപരേഖ. ഓരോന്നും ഒരു സെക്ഷനായിട്ട് എടുക്കേണ്ടതായിട്ട് വരുമെങ്കിലും സമയപരിധി വെച്ചിട്ട് നമുക്ക് എല്ലാത്തിനെ കുറിച്ചും നമുക്കൊന്ന് യാത്ര ചെയ്യാം. എല്ലാവരും റെഡിയല്ലേ പോകാനായിട്ട്? ഹലോ, ആരും തന്നെ ആരുടെയും കേൾക്കുന്നില്ലല്ലോ. അപ്പൊ വെള്ളത്തെ കുറിച്ച് ഹലോ, ഓക്കെ, റെഡി. താങ്ക് യു. അപ്പൊ നമ്മൾ ശ്വസനത്തെ കുറിച്ച് പറയേണ്ടി വരും, വെള്ളത്തെ കുറിച്ച് പറയേണ്ടി വരും, ആഹാരത്തെ കുറിച്ച് പറയേണ്ടി വരും, ഉറക്കത്തെ കുറിച്ച് പറയേണ്ടി വരും, ഫിസിക്കൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയേണ്ടി വരും. ഇതിന്റെ അപര്യാപ്തത, വേണ്ട രീതിയിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടതായിട്ട് വരും. അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി ഉണ്ടാകണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ്: ശ്വസനം, വെള്ളം, ആഹാരം, റിലാക്സേഷൻ, പിന്നെ അതുപോലെ തന്നെ ഫുഡ്. എങ്ങനെയായിരിക്കും ഫുഡ്, അതെനിക്ക് വേണ്ട ഫുഡ് എന്ത്, വേണ്ടാത്ത ഫുഡ് എന്ത്, അതിന്റെ അഭാവം അല്ലെങ്കിൽ അപര്യാപ്തത, ഇതൊക്കെ സൂചിപ്പിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബോഡിയിലേക്ക് വരാം. ഹ്യൂമൻ ബോഡി പറഞ്ഞല്ലോ, കല്യാണം കഴിക്കുന്നേക്കുമ്പോ അല്ലെങ്കിൽ കല്യാണം കഴിച്ച് കുട്ടി വേണം എന്ന് തീരുമാനിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം? ആരോഗ്യവാനും ആരോഗ്യവതിയുമായിരിക്കണം. അതല്ലെങ്കിൽ പ്രഗ്നൻസി കഴിഞ്ഞു, ഇന്നത്തെ നേരെ ചൊവ്വേ പ്രഗ്നൻസി ആവൂല, നേരെ ചൊവ്വേ ഡെലിവറിയും ആകാത്തതിന്റെയും കാരണങ്ങൾ അവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ പ്രസന്റിലേക്ക് വരാം. ഇപ്പോൾ ഈ പ്രസന്റിൽ എന്തൊക്കെ ചെയ്യണം, ചെയ്യരുത്, രണ്ടും പ്രധാനമാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ചെയ്യാതിരിക്കണം. മനുഷ്യ ശരീരത്തിനെ കുറിച്ച് വരുമ്പോൾ, മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ മെയിൻലി മൂന്നായിട്ട് തിരിക്കാം. ആരോഗ്യ ചിന്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. കാരണം ബേസിക് ഇത്രയും കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയാലാണ് ഒരു നല്ല ഹെൽത്ത് നമുക്ക് ഉണ്ടാകാൻ കഴിയുന്നത്. അല്ലാണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചിന്തിക്കേണ്ടത് ശരീരം നമ്മളാണോ നമ്മളുടേതാണോ, അതാണ് ചിന്തിക്കേണ്ടത്. കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പുതിയതായി നത്തിങ് ന്യൂ, പുതിയതായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ തിരക്ക് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടുള്ള അപകടങ്ങൾ, ഭവിഷ്യത്തുകൾ, രോഗാവസ്ഥ ഒക്കെ നമുക്ക് വന്നു പെടുന്നതാണ്. ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടേതാവുമ്പോൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? സ്പൗസ് ആണെങ്കിൽ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, അച്ഛൻ, അമ്മ, ഹോസ്പിറ്റൽ, ഡോക്ടർമാർക്കാണോ നമ്മളുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ ഉത്തരവാദിത്വം? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ശരീരത്തിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഇപ്പൊ ബാബു എന്ന് പറഞ്ഞ ഈ ശരീരത്തിന്റെ ഉത്തരവാദിത്വം ബാബുവിനാണ്. അതിന്റെ രോഗാവസ്ഥ, അതല്ലെങ്കിൽ ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ എല്ലാം നമ്മുടെ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ആത്മാവാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ശരീരം നമ്മൾക്ക് കിട്ടിയ സമ്മാനപ്പൊതി. അച്ഛന്റെ ഒരു ബീജം അമ്മയുടെ ഒരു അണ്ഡവുമായി ചേർന്നിട്ടുള്ള ഒരു സമ്മിളിത രൂപമാണ് ഈ ബോഡി എന്ന് പറഞ്ഞാൽ. അതായത് ഒരു ബീജം ഒരണ്ഡവുമായി ചേർന്നിട്ടുള്ള ഏകകോശ ജീവിയാണ് പെറ്റുപെരുകി 36-37 അധികം ട്രില്യൺ കോശങ്ങളായിട്ട് നിൽക്കുന്ന ഈ ബോഡിയുടെ റെസ്പോൺസിബിലിറ്റി നമ്മളായിരിക്കണം. ആ റെസ്പോൺസിബിലിറ്റി എടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഞാൻ കൈയെന്ന് പറയാറില്ല, എന്റെ കൈയെന്നാണ് ഞാൻ പറയാറ്. ശരിയാണോ അല്ലയോ? എന്റെ കൈ, എന്റെ കാല്, എന്റെ തല എന്നാ പറയുന്നത്. ഇപ്പൊ ബാബു മരിച്ചു എന്ന് കരുതും, ബാബുവിന്റെ ശവസംസ്കാരം അല്ലെ. അപ്പം ബാബു എന്ന് പറഞ്ഞ സംഗതി ശരീരത്തിൽ നിന്ന് ഒരു സംഗതി പോയി കഴിഞ്ഞാൽ എന്തായും? ഡെഡ് ബോഡിയായി. ശിവൻ പോയാൽ ശവമായി. നമ്മളിൽ കുടികൊള്ളുന്ന എനർജി, ആ എനർജിയാണ് ഈ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് സുഖം, ദുഃഖം, വ്യാധി, പ്രശ്നങ്ങൾ, പ്രതിസന്ധി, വിശപ്പ്, ദാഹം ഒക്കെ അനുഭവിക്കുന്നത്. അപ്പൊ ഈ ശരീരത്തിന്റെ ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കണം? നമ്മൾ ഏറ്റെടുക്കണം. അപ്പൊ നമ്മൾക്ക് എങ്ങനെയായിരിക്കണം ആരോഗ്യകരമായ ജീവിതം, അതിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വഴി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ആരോഗ്യ ചിന്തകളിലേക്ക്, എങ്ങനെ നമ്മൾക്ക് ഹെൽത്തിനെ ശ്രദ്ധിക്കാം എന്നുള്ളതിലേക്ക് നമുക്ക് യാത്ര ചെയ്യുകയാണ് അല്ലെ. എല്ലാവരും ഉണ്ടല്ലോ അല്ലേ കൂടെ? ഹലോ, ആരുടെയും ശബ്ദം കേൾക്കുന്നില്ലല്ലോ. എല്ലാവരും ഇതിങ്ങനെ ഓണാക്കി വെച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങളിലേക്കൊക്കെ പോയോ? ഹലോ, നമ്മൾ യാത്ര ചെയ്യല്ലേ എല്ലാവരും? യെസ്. ആരുടെയും ശബ്ദം കേൾക്കാത്തത് ഞാനെടുത്ത് എങ്ങനെ മാർക്കിങ്ങനെ വായിക്കണ പോലെ ആയിട്ട് എനിക്ക് തോന്നി. ഒരു റിലാക്ഷൻ വേണം, വളരെ സിമ്പിൾ കേസാണ്. പക്ഷെ എന്നാൽ കെയർ എടുക്കാത്തത് കൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന
ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരുന്നത്. എന്താണ് ഈ ലൈഫ് സ്റ്റൈൽ? അതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് തെറ്റായ എന്തോ കാര്യങ്ങളൊക്കെ നമ്മൾ അനുവർത്തിച്ച് വരുന്നതിന്റെ ഒരു റിസൾട്ട് ആണ്, അതിന്റെ ഒരു പരിണത ഫലമാണ്, ശരീരത്തിന്റെ റിയാക്ഷൻ ആണ് ഈ ലൈഫ് സ്റ്റൈൽ എന്ന് സ്റ്റൈലോടെ പറഞ്ഞു നടക്കുന്നത്. അപ്പൊ ആ സ്റ്റൈൽ എന്ത്, തെറ്റായതെന്ത്, ശരിയായതെന്തിലേക്ക് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളുടെ ആരോഗ്യം നമ്മളാണ്. അതിന് ഉദാഹരണം പറഞ്ഞു, ഈ ബോഡി നമ്മളുടേതാണ്. നമ്മളുടേതായ സാധനത്തിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണോ, ഹോസ്പിറ്റലിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണോ, ഇല്ലയോ? ആർക്കെങ്കിലും പറയാം? ആരോഗ്യം എന്നത് ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതോ അല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. യെസ്, നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ആ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾക്കറിയാതെ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്യണം? അവെയർ ആകണം. ആ അവയർനെസ് ആണ് ഇവിടെ തരാൻ പോകുന്നത്. കേൾക്കാൻ തയ്യാറാണോ എല്ലാവരും? യെസ്, ഓക്കെ, താങ്ക് യു. അപ്പൊ പറഞ്ഞു വരുന്നതേ ഉള്ളു, ബോഡിയെ മൂന്നായിട്ട് തിരിക്കാം. എന്താണ്? മെയിൽ ബോഡി ആൻഡ് ഫീമെയിൽ ബോഡി ആൻഡ് ട്രാൻസ്ജെൻഡേഴ്സ്. പിന്നെ മറ്റനേകം രൂപങ്ങൾ ഉള്ളതായിട്ട് പറയുന്നുണ്ട്. അതിവിടെ ഒരു വിഷയമാക്കി എടുക്കണ്ട, കാരണം നമുക്ക് കാര്യങ്ങൾ ഈസി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോയിട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ഏകദേശ രൂപരേഖ നമുക്കിവിടെ അറിയാൻ കഴിയും, പറയാൻ കഴിയും, നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. ഈ മെയിൽ ബോഡിക്ക് സംബന്ധിച്ച് വിയർപ്പ്, ഉച്ഛ്വാസവായു, മലം, മൂത്രം, ഈ 4 കാര്യങ്ങളുണ്ട്. ഈ 4 കാര്യങ്ങളുണ്ടോ ഇല്ലയോ എല്ലാവർക്കും? ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അല്ലെ? അത് ശ്രദ്ധിക്കണം. എന്താണ്? വിയർപ്പ്, ഉച്ഛ്വാസവായു, മലം, മൂത്രം. മെയിൽ ബോഡിക്ക് ഉണ്ടാകുന്ന ഈ കാര്യങ്ങളാണ് ഈ 4 കാര്യങ്ങൾ. ഇനി ഫീമെയിൽ ബോഡിയിലേക്ക് വരുമ്പോൾ മാസത്തിലുണ്ടാകുന്ന സംഭവം, അതായത് മെൻസ്ട്രേഷൻ, അത് കൃത്യമായിട്ട് ക്ലോക്കിൽ നമ്മൾ അലാറം സെറ്റ് ചെയ്ത പോലെ നടക്കണം. ഇന്നത്തെ സ്ത്രീകൾക്ക് നടക്കുന്നുണ്ടോ ഇല്ലയോ? അത് മരുന്നല്ല, ഇതിനൊരു എന്താ പറയണ സൊല്യൂഷൻ. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ എന്തോ ചെയ്യേണ്ടത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചെയ്യാത്തത് ചെയ്യുന്നു. അതാണ് ഇന്നത്തെ സ്ത്രീകൾക്ക് നടക്കാത്തത്. ആരെയും കുറ്റം പറഞ്ഞതല്ല, സാഹചര്യങ്ങളാകാം, നമ്മൾ ഇൻപുട്ട് അകത്തേക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ, അത് മെന്റലി ആകാം, ഫിസിക്കലി ആകാം. ബോഡിയിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ ശരിയല്ലാത്തത് കൊണ്ടാണ് ബോഡിയിൽ നിന്ന് പുറത്തോട്ട് പോകേണ്ട സംഗതി കറക്റ്റ് ആയിട്ട് പോകാത്തത്. പ്രസവം ഉൾപ്പെടെ നടക്കാത്തതിന്റെ കാരണം അതാണ്. അത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് മാറ്റപ്പെടുക. അത് മരുന്നല്ല സൊല്യൂഷൻ. മരുന്ന് സെക്കൻഡറി ആണ്. മരുന്ന് അതിനെ സഹായിക്കുക, അല്ലെങ്കിൽ കുറക്കുക, നിയന്ത്രിക്കുക. അതാണ് മരുന്ന് കൊണ്ട് ചെയ്യുന്നത്. ഇതൊക്കെ വളരെ ചിന്തിക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള, സാമ്പിൾ ആയിട്ടുള്ള, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പൊ അത് കൃത്യമായിട്ട് വേദന കൂടാതെ, പെയിൻ കൂടാതെ, നേച്ചറായിട്ട് സുഖമായിട്ട് നടക്കേണ്ട സംഭവമാണ് പ്രസവവും ഈ പറഞ്ഞ മെൻസുറേഷൻ. മാസത്തിൽ കൃത്യമായി നടക്കണം. അത് നടക്കുന്നില്ല, നടക്കുന്നുണ്ടോ ഇല്ലെന്ന് ഓരോരുത്തർ ചിന്തിക്കുക, സൊല്യൂഷൻ കണ്ടെത്തുക. ഓക്കെ, അടുത്തതാണ് ഉച്ഛ്വാസവായു, വിയർപ്പ്, മലം, മൂത്രം, മെൻസുറേഷൻ. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി നടന്നാൽ എന്തുണ്ടാകില്ല? അനാരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകില്ല. പിന്നെ പറയേണ്ട കാര്യങ്ങളാണ് ഫുഡ്. ശ്വാസത്തെ കുറിച്ച് പറയണം. ഇന്നത്തെ കാലത്ത് നല്ല രീതിയിൽ ശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? ലെൻസിന്റെ കപ്പാസിറ്റിക്ക് വളരെ കുറച്ച് മാത്രമേ നമ്മൾ ശ്വസനം എടുക്കുന്നുള്ളൂ. അതായത് ഒന്നിരിൽ ഇങ്ങനെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ദീർഘശ്വാസവും എക്സേൽ ആൻഡ് ഇൻഹേൽ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കണം. ബോധപൂർവം ചെയ്യണം. അത് ചെയ്യാൻ ശ്രമിക്കാത്തവര് വല്ലപ്പോഴും എങ്കിലും ഒരു ടെൻഷൻ വരുമ്പോഴെങ്കിലും അതിന്റെ റിലാക്സേഷന്റെ ഭാഗമായിട്ടോ, അല്ലെങ്കിൽ പ്രാണായാമം, അല്ലെങ്കിൽ ശ്വസന ബ്രീത്തിങ് എക്സർസൈസ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ സെൽസിലേക്ക് പ്രാണോർജനത്തിനെ കൊടുക്കുന്നതിന് സഹായകരമാകും. അപ്പൊ എന്ത് ചെയ്യണം? നല്ല രീതിയിലൊരു ശ്വസനം വേണം. ആകപ്പാടെ ലെൻസിന്റെ വളരെ കുറഞ്ഞ പെർസെന്റേജ് ആണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ ശ്വസനം നമ്മൾ പോലും അറിയുന്നില്ല. അറിഞ്ഞ് ശ്വസിക്കണം ആരോഗ്യം വേണമെങ്കിൽ. ഇങ്ങനെ കാണിച്ചാൽ മാത്രം പോരാ. അങ്ങനെയാണ് നടക്കുന്നത്. അത് തന്നെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ ആണ് നമ്മൾ എടുക്കുന്നത്. വാഹനപ്പെരുപ്പം, ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, കാലങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് വാഹനങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്, പൊല്യൂട്ടഡ് ആണ്. അതുകൂടാതെ നമ്മൾ ചപ്പയോർ കത്തിച്ച് അതിന്റെയും പൊല്യൂഷൻ ഉണ്ട്. അപ്പൊ മൊത്തത്തില് എയർ എങ്ങനെയുള്ളതാണ്? പൊല്യൂട്ടഡ് ആണ്. പിന്നെ പറയേണ്ടത് വെള്ളം. എത്ര വെള്ളം കുടിക്കണോ വേണ്ടയോ? ശുദ്ധജലം കുടിക്കണം. അപ്പൊ ശുദ്ധജലം കുടിക്കുക എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് കുടിക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെയിറ്റിന്റെ ഡിവൈഡഡ് ബൈ 25, അത്രയും ഡിവൈഡ് ചെയ്തുണ്ടാവുന്ന അത്രയും ലിറ്റർ വെള്ളം കുടിക്കണം. അല്ലെങ്കിൽ വിശപ്പ് തോന്നും, ദാഹം തോന്നുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക.
അപ്പൊ വെള്ളം ആവശ്യത്തിന് കുടിക്കണം, പ്യുവർ വാട്ടർ ആയിരിക്കണം. എന്തൊക്കെ വേണ്ടെന്നുള്ളത് ഇപ്പൊ തന്നെ പറയുന്നില്ല, അത് പുറകെ പറയും. വേണ്ട കാര്യം ശുദ്ധജലം ആവശ്യത്തിന് ഇടക്കിടക്ക് കുടിച്ചുകൊണ്ടിരിക്കണം. വേനൽക്കാലമാകട്ടെ മഴക്കാലമാകട്ടെ. മഴക്കാലത്ത് ഇത്തിരി കുറക്കാം, കാരണം നമ്മുടെ ആക്ടിവിറ്റീസ്, ബോഡിയുടെ ആക്ടിവിറ്റീസ് ഇത്തിരി മന്ദീഭവിക്കുന്ന കാലമാണ്. അപ്പൊ അതുകൊണ്ട് അത് ഇത്തിരി കുറക്കാം മഴക്കാലത്ത്. വേനൽക്കാലത്ത് അത്യാവശ്യമായ നല്ല വെള്ളം കുടിക്കണം, ശുദ്ധജലം കുടിക്കണം. എന്തൊക്കെ ഡ്രിങ്ക്സ് ആണ് മാറ്റി നിർത്തേണ്ടത്? ആരോഗ്യം വേണ്ടവർ കേൾക്കേണ്ടതും പ്രായോഗികമായി കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ് കേട്ടോ. നമ്മളെല്ലാവരും തന്നെ തെറ്റായിട്ട് പല രീതികളും ചെയ്യുന്നതിന്റെ റിസൾട്ടാണ്, ബോഡി പ്രതികരിക്കുന്നതാണ് ഈ അനാരോഗ്യാവസ്ഥ. അതെന്തൊക്കെയാണെന്നൊക്കെ ഡീപ്പായിട്ട് കുറെ പറയേണ്ടതുണ്ട്. പക്ഷെ ഞാൻ സമയപരിധി നിർത്തേണ്ടത് കൊണ്ട് മിനിമൈസ് ആക്കി മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ശ്വസനം പറഞ്ഞു, വെള്ളം പറഞ്ഞു, ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ ആധുനിക മനുഷ്യന്റെ ഫുഡ് ആരോഗ്യമാണോ അനാരോഗ്യമാണോ സമീകൃതമാണോ എന്നൊക്കെ ചിന്തിക്കേണ്ടതായിട്ട് വരും. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഹലോ, ആരെയും ശബ്ദം കേൾക്കാവുന്നതുകൊണ്ട് ഇടക്കൊന്ന് ചോദിച്ചതാണ്, എല്ലാവരും ഉണ്ടോ ഇല്ലെന്ന്. എല്ലാവരും ഉണ്ടെങ്കിലും ഒച്ച കേട്ടാലും. സാധാരണ ഞാൻ സ്റ്റേജ് ഓഡിറ്റോറിയം പ്രോഗ്രാംസ് ആണ് ചെയ്യുന്നത്. 150, 500 പേരൊക്കെ ഉണ്ടാവുന്നിടത്താണ് സംസാരിക്കാറ്. എന്നാലും 23 പേരുണ്ട്, വളരെ സന്തോഷം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളാണ്. കാരണം നമ്മൾ നമ്മളെ കുറിച്ച് അറിയുന്നില്ല, നമ്മുടെ ശരീരത്തെ കുറിച്ച് അറിയുന്നില്ല, അനാരോഗ്യം എന്താണെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഹോസ്പിറ്റലുകളിൽ നിന്ന് ഇത്ര വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? നമ്മളെല്ലാം എഡ്യൂക്കേറ്റഡ് ആണ്, അത്യാവശ്യം വിവരവും വിജ്ഞാനവും അറിവും. സാറിനെ കണ്ടു, താങ്ക് യു സാർ. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാല്, നമ്മൾ ഫുഡിനെ കുറിച്ച് പറയുക. ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യമേ തന്നെ ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ എന്ത് ഫുഡ്, എങ്ങനത്തെ ഫുഡ്, എപ്പോൾ എങ്ങനെയൊക്കെ കഴിക്കണം, അത് പർച്ചേസിംഗിൽ തുടങ്ങും. എന്ത് സാധനമാണോ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ട് വരും. അത് ആരോഗ്യകരമാണോ, ഹെൽത്ത് ഫുള്ളാണോ, ഹെൽത്തിനെ സഹായിക്കുന്നതാണോ, അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് ആരോഗ്യം വേണമെങ്കിൽ. അടുക്കളയിലേക്ക് എങ്ങനെ പ്രവേശിക്കണമെന്നും, അടുക്കളയിൽ പാചകം ചെയ്യേണ്ട പാത്രങ്ങൾ എങ്ങനെയായിരിക്കണം, ഏതൊക്കെ പാത്രങ്ങൾ നമ്മൾക്ക് ഹെൽപ്ഫുൾ ആവും, ഹെൽപ്ലെസ് ആവും, അല്ലെങ്കിൽ ഹാംഫുൾ ആവും എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇതൊക്കെ അങ്ങനെ ഭയങ്കര സംഭവങ്ങളല്ല, ചെറിയ ചെറിയ സംഭവങ്ങൾ കുറച്ച് ഗ്രാജുവലി നമുക്കത് മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആരോഗ്യകരമായ ഒരു അടുക്കള എങ്ങനെ ആയിരിക്കണം, അടുക്കളയിൽ പ്രവേശിക്കുന്നവർ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു പർച്ചേസിങ്ങിന് പോകുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം, ആരോഗ്യകരമായ കാര്യങ്ങളിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ പെടുത്തണം, പെടുത്താതിരിക്കരുത്. ഇപ്പൊ സിന്ധു മാഡത്തിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ സൂചിപ്പിക്കേണ്ടായിരുന്നു, എങ്ങനെ നമുക്ക് അടുക്കളത്തോട്ടത്തിൽ നിന്ന് ഒരു ദിവസം വാങ്ങിച്ചില്ല, കിട്ടിയില്ല, വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെ ഒരു നല്ല കറി അല്ലെങ്കിൽ ഒരു പാചകം റെഡിയാക്കാം എന്ന് സൂചിപ്പിച്ചത്, തരക്കേടില്ലാത്ത ഒരു പാചകത്തെ കുറിച്ചും മാഡം ഇവിടെ സൂചിപ്പിക്കേണ്ടായിരുന്നു. താങ്ക് യു മാം. അപ്പൊ അതുപോലെ നമ്മൾക്ക് ഒരു ദിവസം വാങ്ങിക്കാൻ പറ്റി പരിതപിക്കണ്ട. സൂപ്പർ മാർക്കറ്റിൽ കവറിൽ പൊതിഞ്ഞ് ചില്ലും കൂട്ടിൽ AC-യിൽ ഇരുന്നെങ്കിൽ മാത്രമല്ല ഫുഡ് ആവുന്നത്. നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് നോക്കാം. ഇനിയിപ്പോ അടുക്കളത്തോട്ടം ഇല്ലെങ്കിൽ അടുത്ത പറമ്പിലോ എവിടെയും നിന്നൊക്കെ ഒരുപാട് സാധനങ്ങൾ പ്രകൃതി, യൂണിവേഴ്സ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കൊന്ന് ശ്രദ്ധ ചെലുത്തുക, നോക്കുക, കണ്ടെത്തുക, ഉപയോഗിക്കുക. അല്ലാണ്ട് സൂപ്പർ മാർക്കറ്റിലോ അതല്ലെങ്കിൽ ചില്ലിന്റെ കൂട്ടിൽ ഇരിക്കുന്ന സാധനങ്ങൾ മാത്രമല്ല നമുക്ക് ആഹരിക്കാൻ, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത്. അല്ലാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്ത് പറമ്പുള്ളവർക്കൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റിയ സാധനങ്ങൾ എടുക്കുക, ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങൾ ഉപയോഗിക്കുക, പാചകം ചെയ്യുക. പാചകം ചെയ്യാത്ത കാര്യങ്ങൾ ഓരോ ദിവസവും ഉപയോഗിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ ഇപ്പൊ റോ വെജിറ്റബിൾസ് ആകാം, കുക്ക്ഡ് വെജിറ്റബിൾസ് ആകാം, പ്രോട്ടീൻ കണ്ടന്റ് ആകാം, സ്റ്റാർച്ചിന്റെ കാര്യമൊക്കെ പറയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഒരു ഹെൽത്തി ഫുഡ് പ്ലേറ്റ് ഉണ്ടാക്കേണ്ടത്? അതായത് നമ്മൾ പ്ലേറ്റിന് ഒരു കുരിശ് വരക്കണം. ഒരു കുരിശ് വരക്കണ്ട, മനസ്സിൽ കണക്കാക്കിയാൽ മതി. അതിനെ കുരിശ് വരച്ചിട്ട് എന്ത് ചെയ്യണം? കുരിശ് വരക്കാത്തവർ കുരിശ് വരക്കണം. കുരിശ് വരക്കുക ഞാൻ ഇന്ന് ഉദ്ദേശിച്ചത്, ആ പ്ലേറ്റിനെ നമ്മൾ ആഹരിക്കുന്ന എന്തുകൊണ്ട് ഡയബറ്റിക് രോഗിയാകുന്നൊക്കെ ഇവിടെ വരും. ഇപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്കൊരു ഡയബറ്റീസ് രോഗി ആകാതെ നമുക്ക് എങ്ങനെ ഈ ശരീരം എടുത്ത് ശരീരം ഉപേക്ഷിക്കുന്നത് വരെയുള്ള കാലത്ത് എന്ത് പറയും? എന്തെങ്കിലും പറയോ? ജീവിതം എന്ന് പറയും. എപ്പോൾ എന്ത് സംഭവിക്കും, എങ്ങനെ സംഭവിക്കും എന്ന് മാത്രം എന്താണ് ഉറപ്പില്ല. എന്നാൽ ഉറപ്പുള്ള കാര്യം, ഒരു ദിവസം ഈ ശരീരത്തോടെ പോകുമാരെങ്കിലും പോവില്ലേ? ആരെങ്കിലും ശ്രദ്ധിക്കണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് ആരും പോകൂല. ശരീരം ഈ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരം. എന്താണ് ഈ പഞ്ചഭൂതം?
ഇങ്ങനെ കൊമ്പൊക്കെ വെച്ച പാർട്ടിയാണോ? അല്ല. നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കുമ്പോ ഭൂമി, അഗ്നി, ആകാശം, വായു, വെള്ളം, ഈ 5 എലമെന്റ്സ് ആണ് എന്ത്? പഞ്ചഭൂതം. അതാണ് ഈ കാണുന്ന രൂപം. കെട്ടിക്കൂട്ടി വെച്ചേക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആ രൂപം പ്രകൃതിയിലേക്ക് തന്നെ കൊടുത്തിട്ട് വേണം നമുക്ക് പോവാൻ. ആര് പോണം? ബാബുവിന്റെ ശരീരം ബാബു ഉപേക്ഷിച്ചിട്ട് പോണം. ഈ ബാബു എന്ന് പറഞ്ഞ ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇതെന്റെ പേര് മാത്രമാണ്. ഇതല്ല ഞാൻ. നമ്മളെല്ലാവരും മെയിൽസ് ഫീമെയിൽ ഒന്നും വ്യത്യാസമില്ലാതെ ഒരു സംഭവം ഉണ്ട്, ഒരു എനർജി. ബൾബിലേക്ക് നോക്കൂ, ഫാനിലേക്ക് നോക്കൂ, ഒരു എനർജി കൊടുത്തപ്പോ അത് വർക്കായി. വർക്ക് ചെയ്യണ സാധനമാണെങ്കിൽ ആണോ അല്ലയോ? ഒരു ഫാൻ വർക്ക് ചെയ്യണമെങ്കിൽ അത് നല്ലൊരു ഫാൻ ആയിരിക്കണം. അതിന്റെ കേബിളും അതുപോലെ കോറും ഒക്കെ നല്ലതായിരിക്കണം, ബ്ലേഡും ഒക്കെ നല്ലതായിരിക്കണം, അതിന്റെ അടുത്ത് ബെയറിംഗും ഒക്കെ നല്ലതാണെങ്കിൽ അത് എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. ഒരു ബൾബ് നല്ലതാണെങ്കിൽ അതിലേക്ക് ഒരു എനർജി കൊടുത്താൽ അത് വർക്ക് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ ബോഡി ആരെയാണ്? നമ്മളുടേതാണ്. അതിലിരുന്നുകൊണ്ട് ആത്മാവാണെന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ ആത്മാവ് എന്ന് പറഞ്ഞ സംഗതി കണ്ടോ, കണ്ടിട്ടുണ്ടോ, എവിടെയാണെന്ന് ആർക്കെങ്കിലും അറിയോ? വേഗം വേഗം പറഞ്ഞാൽ നമുക്ക് ടോപ്പിക്ക് പെട്ടെന്ന് നിൽക്കും, അല്ലെങ്കിൽ ടോപ്പിക്ക് ഇങ്ങനെ നീണ്ടു പോകും. 7 മണിയായാലും നിൽക്കൂല. വെരി ഗുഡ്. നമ്മൾ അറിയേണ്ട കുഴപ്പമില്ല. ഞാനും ഒക്കെ അറിഞ്ഞിരുന്നില്ല. ഒരു 10-25 കൊല്ലത്തിന് മുമ്പ് എനിക്കും അറിയില്ലായിരുന്നു. ആത്മാവ് എന്ന് പറഞ്ഞ സംഗതി ഇവിടെ നിന്ന് ഒരു രേഖ അങ്ങാട് വരക്കുക, മുകളിൽ നിന്ന് ഒരു രേഖ താഴേക്ക് വരക്കുക, അത് ഇവിടെ ബ്രിഗുഡി. അതിനാണ് പൊട്ട് തൊടുന്നത്. ഇന്ന് പൊട്ട് തൊടലൊക്കെ മാറി പ്ലാസ്റ്റിക് ആയി. പ്ലാസ്റ്റിക് കംപ്ലൈന്റ് ആണ്. ചന്ദനം തൊടണം. ഒറിജിനൽ ചന്ദനം കിട്ടിയില്ലെങ്കിൽ ചന്ദനമാണെന്ന് സ്മരിച്ചുകൊണ്ട് സർവശക്തനെ വിചാരിച്ചുകൊണ്ടൊക്കെ ഇവിടെ വിടാം, തൊട്ടാ മതി. ഇതാണ് ബ്രിഗുഡി. ബ്രിഗുഡിയിൽ ഇവിടെയാണ് നമ്മുടെ ആത്മാവ് ഇരിക്കുന്നത്. ആത്മാവ് എന്ന് പറഞ്ഞ ചൈതന്യം, എനർജി, സോൾ എന്നൊക്കെ പറയും. ആ സോള് പരം സോളിലേക്ക്, പരംധാമിലേക്കാണ് നമ്മൾ പോകേണ്ടത്. പിന്നെ നമ്മുടെ കർമ്മങ്ങൾ അനുസരിച്ച് ചെയ്ത തെറ്റുകളുടെയും കുറ്റങ്ങളുടെയും പ്രായശ്ചിത്തമായിട്ടാണ് നമ്മൾ അടുത്ത ജന്മം വന്നത്. ഈ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, അച്ഛനമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സ്നേഹത്തോടെ കണക്കാക്കും. സ്നേഹത്തോടെ കണക്കാക്കുന്നുണ്ടോ? അത് പാടില്ലാത്ത സംഭവമല്ല. അത് നമ്മളുടെ കണക്ക് തീർക്കലാണ്. അതുകൊണ്ടാണ് പല വീട്ടിലും ഒരാൾ ആദ്യം പോവും, പിന്നെ പോവും, ഒപ്പം പോയി ഒന്നൊക്കെ വരും. അത് കർമ്മ ഫിലോസഫിയുടെ മറ്റൊരു രംഗം പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, പറഞ്ഞു വന്ന വിഷയം മാറിപ്പോയി. ഫുഡിൽ നിന്നാണ് മാറിയേക്കണത്. ഫുഡ് അപ്പൊ എങ്ങനെയാകണമെന്നാ പറഞ്ഞത്? ഫുഡ് ഇനി ഫുഡ് എങ്ങനെ സെലക്ട് ചെയ്യാം? മൈ പ്ലേറ്റ്. ഫുഡ് പ്ലേറ്റ്. ഫുഡ് പ്ലേറ്റിനെ കുരിശ് വരക്കണമെന്ന് പറഞ്ഞു. കുരിശ് വരക്കണ എന്തിനാണ്? അതിന്റെ ഒരു ഭാഗം. ഇനി ചിലർക്ക് ഒരു ഭാഗം ഒന്നും കഴിച്ചാലൊന്നും മതിയാവൂല. അപ്പൊ അതിനെ 3 ആക്കാം. 3-ൽ ഒരു ഭാഗം മാത്രം എന്ത് പാടുള്ളൂ? സ്റ്റാർച്ച് പാടുള്ളൂ. സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ ചോറാകാം, ചപ്പാത്തി ആകാം, ഇഡ്ഡലി ആകാം, ദോശ, whatever it is, what you want that item, we'll select 1/3 or 1/4 of the one. അതായത് 4-ൽ 1 ഭാഗം മാത്രമേ പാടുള്ളൂ. എന്ത്? ഇത് കാണുമ്പോ പട്ടിണി കിടക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, പറയുന്നില്ല. ആരോഗ്യകരമായ ഒരു ലൈഫ് സ്റ്റൈൽ, ഒരു ഹെൽത്തി ഫുഡ് പ്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിൽ വേണ്ടത് 1/3 or 1/3, അതായത് 3-ൽ 1 ഭാഗം മാത്രം സ്റ്റാർച്ച് എടുക്കുക. മറ്റുള്ളത് വയറ് നിറച്ച് കഴിക്കാനുള്ള രംഗമൊക്കെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ വരുത്തും. അതായത് ഹെൽത്തി ആശുപത്രി പോക്ക് കുറക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആശുപത്രി പോക്ക് നിയന്ത്രിക്കണമെങ്കിൽ, പോകാതിരിക്കണമെങ്കിൽ ഫുഡ് പ്ലേറ്റ് റെഡിയാക്കണം. ഫുഡ് പ്ലേറ്റിലെ 1/3, 3-ൽ 1 ഭാഗം മാത്രം സ്റ്റാർച്ച് ഉപയോഗിക്കുക. മറ്റു 3 ഭാഗങ്ങൾ അല്ലെങ്കിൽ 2 ഭാഗങ്ങൾ എന്തായിരിക്കണം? റോ വെജിറ്റബിൾസ് പറ്റുന്നത് നമുക്ക് പെടുത്താൻ കഴിയുക. അതായത് കുക്കുംബർ, ക്യാരറ്റ്, തക്കാളി, ക്യാബേജ്, ഗോവക്ക എന്നൊക്കെ പറയില്ലേ? എന്താണോ പച്ചയായിട്ട് കഴിക്കാൻ നമുക്ക് പറ്റുന്നത് ആ വക സാധനങ്ങൾ പെടുത്തുക. തേങ്ങ നല്ലതാണ്. കോക്കനട്ട് നല്ല സാധനമാണ്. കുറച്ച് ചിരണ്ടിയൊക്കെ ഇടാം. അല്പം ഉപ്പ് ഉപയോഗിക്കാം. ഉപ്പിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, അത് പിന്നെ പറയും. ഉപ്പ് ചേർക്കാന്ന് പറഞ്ഞാൽ നാവ് ആണല്ലോ നമ്മളെ നിയന്ത്രിക്കുന്നത്. നാവ് ഇവിടം വരെയേ ഉള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം എന്തെന്നാണ്? പൾപ്പാണ്. അതിനെക്കുറിച്ചും പിന്നീട് നമുക്ക് ചർച്ചാ വിഷയമാക്കാം. അപ്പൊ പറഞ്ഞു വരുന്ന ഫുഡ് പ്ലേറ്റ് ആണ്, മാറിപ്പോകരുത്. അപ്പൊ കാരണം ഞാൻ മാറിയാലും ശ്രോതാക്കളും മാറരുത്, പാർട്ടിസിപ്പൻസ് ശ്രദ്ധിക്കണ്ടാവുന്നിരുന്നു. ഡിയർ ഫ്രണ്ട്സ്, അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഫുഡ് പ്ലേറ്റ് ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധി വരെ പരിഹാരമാകും. അപ്പൊ പറഞ്ഞു തന്നെ ഇത്രയുള്ളൂ. 1/3 or 1/3, അതായത് 3-ൽ 1 ഭാഗം സ്റ്റാർച്ച് പെടുക, മറ്റേ റോ വെജിറ്റബിൾസ് പെടുത്തുക, കുക്ക്ഡ് വെജിറ്റബിൾസ് പെടുത്തുക, പിന്നെ പ്രോട്ടീൻ വേണ്ടിയിട്ട് പയറ്, പരിപ്പ്, കടല, എന്താണോ whatever it is അതും പെടുത്തുക. അതുപോലെ നട്ട്സുകൾ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ കപ്പലണ്ടി അതുപോലെയുള്ള സാധനങ്ങളൊക്കെ പെടുത്തുക. ഫ്രൂട്ട്സ് പെടുത്തുക. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ഫുഡ് പ്ലേറ്റ് ആയി. ഇനി അത് എപ്പോൾ എങ്ങനെ കഴിക്കണം എന്നുള്ളത് അതും പറയും. അതായത് ഇത്രയും കാര്യങ്ങൾ പെടുത്തിയതായിരിക്കണം ഏത് നേരത്തെയും ഫുഡ്. അതായത്
സ്റ്റാർച്ചിന്റെ അളവിനെ കുറിച്ച് ശ്രദ്ധിക്കുക. റോ വെജിറ്റബിൾസ് പെടുത്തുക, കുക്ക്ഡ് വെജിറ്റബിൾസ് പെടുത്തുക, അതുപോലെ ഫ്രൂട്ട്സ് പെടുത്തുക. പിന്നെ വേണ്ടത് നട്ട്സ്. ഇത്രയും കാര്യങ്ങൾ കുറഞ്ഞ അളവിൽ നമ്മൾ പെടുത്താൻ ശ്രമിച്ച് നല്ലൊരു ഫുഡ് പ്ലേറ്റ് ഉണ്ടാക്കുക. പിന്നെ വേണ്ടത് റിലാക്സേഷൻ, ഉറക്കം ഡീപ്പ് സ്ലീപ്പ് ഉണ്ടാകുക. ഇന്നത്തെ ആൾക്കാരെല്ലാവരും എന്താണ് മൊബൈല്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ രാത്രിയെ പകലാക്കിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ആധുനിക മനുഷ്യന്റെ, കുട്ടികളാകട്ടെ വലിയവരാകട്ടെ, ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നില്ല, നല്ലൊരു ഉറക്കം കിട്ടുന്നില്ല. അതിൽ ശ്രദ്ധിക്കണം. ഒരു 10 മണി തൊട്ട് 4 മണി വരെയുള്ള സമയം വളരെ നല്ലതാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ ഏതായാലും നമ്മൾക്ക് ഈ മാജിക്കിലുള്ളവർക്ക്, ബി മാജിക്കിലുള്ളവരൊക്കെ ഉണരുന്നുണ്ട്. ഏതായാലും അല്ലാത്തവര് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉണരാൻ ശ്രമിക്കുക. പിന്നെ മെന്റൽ റിലാക്സേഷൻ, അത് പ്രാണായാമാകാം, പ്രാർത്ഥനയാകാം, പ്രയർ ആകാം, നമസ്കാരം ആകാം. എന്താണോ നമ്മൾ ബൈ ബർത്തിൽ കൊണ്ടുവരുന്ന കാര്യങ്ങൾ കൊണ്ടുവരുവാൻ ശ്രമിക്കുക. അപ്പൊ ഫുഡിനെ കുറിച്ച് പറഞ്ഞു. ശ്വാസം നേരെ ശ്വാസോച്ഛ്വാസം ചെയ്യണം. വെള്ളം കുടിക്കണ കാര്യം പറഞ്ഞു. പ്യൂർ വാട്ടർ ആയിരിക്കണം എന്ന് പറഞ്ഞു. ഫുഡിനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുക്കളയിലേക്ക് പോകേണ്ടതുണ്ട്, പർച്ചേസിംഗിലേക്ക് പോകേണ്ടതുണ്ട്. അതിക്ക് മുമ്പ് റിലാക്സേഷനെ കുറിച്ച് പറഞ്ഞു. നല്ല രീതിയിൽ ഉറങ്ങാൻ ശ്രമിക്കുക. പിന്നെ മെന്റലി ഓരോരുത്തർക്കും ഓരോ ഹാബിറ്റുകൾ ഉണ്ടാവും. എന്ത് ശീലങ്ങളാണ്, അതായത് ചിലർക്ക് ഡാൻസ് ആകാം, പാട്ടുപാടലാകാം, മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് ആകാം. ആ ആക്ടിവിറ്റീസിലെ പറ്റുന്ന പോലെ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം പറ്റിയില്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ മെന്റലി 100% കഷ്ടപ്പെട്ടല്ല ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റീസിലേക്ക് എല്ലാവരും ഇൻവോൾവ് ആയി കഴിഞ്ഞാലും നമുക്ക് എന്ത് പറ്റും? ആരോഗ്യകരമായിട്ടുള്ള ഒരു ഫിസിക്കലി ആൻഡ് മെന്റലി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ പറ്റും. ഇത്തരത്തിലൊക്കെ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും എന്ത് പറ്റും? മെഡിക്കൽ, അതായത് ഒരു രോഗാവസ്ഥയിലേക്ക് നമ്മൾ വരില്ല. ആശുപത്രി പോകുന്നതിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ഒടുക്കം ആശുപത്രി പോകാത്തൊരു അവസ്ഥയിലേക്ക് വരും. ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, നമ്മളിപ്പോ മൊബൈലിന് സ്ക്രീൻ ഗാർഡ് വെക്കാറുണ്ട്, പൗച്ച് ഒക്കെ വെക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ആ പൗച്ച് വെക്കുന്നത്? അതിന്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റെപ്പിന് ടയർ വെക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? പഞ്ചറായി എവിടെയെങ്കിലും കിടക്കാൻ വേണ്ടിയിട്ടാണോ? പഞ്ചർ ആകാതിരിക്കാൻ വേണ്ടി, അല്ലെ? പഞ്ചർ ആകാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ യാത്രയിൽ ഒരു പഞ്ചർ ആവുന്നെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ എന്ത് ചെയ്യണം? ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ വാഹനങ്ങളിൽ ടയർ വെക്കുന്നത്. മൊബൈലിലാണെങ്കിൽ നമ്മൾ എന്ത് വെക്കും? സ്ക്രീൻ ഗാർഡ് വെക്കും. അതുപോലെ തന്നെ പൗച്ച് വെച്ചിട്ട് പ്രൊട്ടക്ഷന് വേണ്ടി എന്ന് പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാം. ഇനി വീണ്ടും നമുക്ക് അടുക്കളയിലേക്ക് പോകാം. അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ തീർച്ചയായിട്ടും അലൂമിനിയം പാത്രങ്ങൾ മാറ്റി നിർത്തുക. അതുപോലെ ഇപ്പം തന്നെ ഇൻഡാലിയം, നോൺ സ്റ്റിക് സാധനങ്ങൾ കുറക്കുക. അങ്ങനെയുള്ള പാത്രങ്ങളിൽ പാചകം ചെയ്യാതിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, അടുക്കളയിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തി പാചകത്തിന്റെ അവരുടെ മനസ്സ് ഫുഡിന്റെ കാര്യങ്ങളിൽ പ്രതിഫലനം ഉണ്ടാവും. ക്ഷേത്രങ്ങളിൽ കണ്ടിട്ടുണ്ടാവും നൈവേദ്യം, അതായത് നൈവേദ്യം റെഡിയാക്കുന്ന സമയത്തും അതിന്റെ നിവേദിക്കണ സമയത്തും വാതിലടച്ചിടുന്നു. കാരണം മറ്റൊരാളുടെ ഒരു ദൃഷ്ടി പതിയാതിരിക്കുക, മറ്റുള്ളവരുടെ ദൃഷ്ടിയിലൂടെ നെഗറ്റീവ് ചിന്തകൾ ഉണ്ടായാൽ അത് അതിൽ പ്രതിഫലിക്കും. അപ്പോ അത് ഒരു നല്ല ആഹാരമായി തീരാതിരിക്കാനുള്ള ഒരു ചെറിയ പ്രവണത അതിനകത്തുള്ളത് കൊണ്ട് അടുക്കളയിൽ കയറുന്ന ആള് ശുദ്ധമായിരിക്കണം, വൃത്തിയുണ്ടാകണം, ഹൈജീനിക് ആയിരിക്കണം അടുക്കളയും ആളും. എന്നിട്ട് ശുദ്ധ സങ്കല്പം കൊണ്ട് ഈശ്വരന് കൊടുക്കുന്ന പ്രസാദമായിട്ട്, അത് ഏത് റിലീജിയൻ ആയാലും പ്രശ്നമൊന്നുമില്ല, ഭഗവാന്, അള്ളാഹുവിന്, അല്ലെങ്കിൽ ദൈവത്തിന്, ഈശ്വരന്, ഇഷ്ടദേവന്, ഇഷ്ടദേവിക്ക് കൊടുക്കുന്ന ഒരു പ്രസാദമായി സങ്കല്പിച്ചുകൊണ്ട്, ഈശ്വര നിവേദ്യമായി സങ്കല്പിച്ചുകൊണ്ട് ഈശ്വരന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈശ്വരനെ സമർപ്പിക്കാൻ വേണ്ടി എന്നുള്ളൊരു ഭാവനയിലൂടെ നമ്മൾ ഉണ്ടാക്കിയാൽ അത് അമൃതന് തുല്യമായി തീരും. എന്നിട്ട് നമ്മൾക്കത് ആഹരിക്കുക. അതും നല്ല ആരോഗ്യത്തിന്റെ ഒരു ചുവടുപടികളിൽ പെട്ട ഒരു സംഗതിയാണ്. പിന്നെ പറഞ്ഞു വരേണ്ട, ഇത്തരത്തിലാണെങ്കിലും നമുക്കൊരു അസുഖമോ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റോ ഒക്കെ വന്നുകൂടാന്നില്ല. കാരണം ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിലെ വാഹനപ്പെരുപ്പം, നമ്മുടെ തിരക്ക്, സമയക്കുറവ്, അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ വരാത്ത അത്തരത്തിൽ കാര്യങ്ങൾക്ക് ഒരു ആക്സിഡന്റ് സംഭവിക്കുമെങ്കിൽ നമ്മുടെ സേവിങ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു ലോൺ എടുത്തിട്ട് കടക്കണിയിലേക്ക് പോവാതൊക്കെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ലൈഫ് ഇൻഷുറൻസ് അല്ല, ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ മെഡിക്ലെയിം അല്ലെങ്കിൽ ആക്സിഡന്റ് പോളിസികൾ എടുത്തു വെച്ചാൽ നമ്മൾ സ്വരൂപിച്ചു വെച്ച പൈസ, നമ്മൾ അധ്വാനിച്ച സേവിങ്സിനെ നമുക്ക് നഷ്ടപ്പെടുത്താതെ
അല്ലെങ്കിൽ അത് ഒരു ലോൺ അല്ലെങ്കിൽ കടം എടുത്തുകൊണ്ട് ആശുപത്രി പോവാതെ നമ്മൾക്ക് ഒരു ട്രീറ്റ്മെന്റ് വേണ്ടി വരുന്ന വർഷം ഇത്തരം കാര്യങ്ങൾ വന്നാൽ മിനിമൈസ് ചെയ്യും, കുറയും, ഇല്ലാതിരിക്കും. പക്ഷെ അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഗവൺമെന്റ് ജോലിക്കാരാകട്ടെ, ജോബ് സെക്ടർ ഉള്ളവരാകട്ടെ, അല്ലാത്തവരാകട്ടെ, കൂലിവേലക്കാരാകട്ടെ, കമ്പനി വേലക്കാരാകട്ടെ, എന്തായാലും നമ്മൾ എപ്പോൾ ഒരു ഇൻകം ഉണ്ടാവുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരാളെ ആശ്രയിക്കാതെ, മക്കളാകട്ടെ, ഭാര്യയാകട്ടെ, കുട്ടികളാകട്ടെ, അച്ഛനും അമ്മയാകട്ടെ, ആരും തന്നെ പുറത്തു നിന്ന് ആശ്രയിക്കാതെ നമ്മളൊരു സേവിങ്സ്, പ്രൊട്ടക്ഷൻ വിത്ത് ലൈഫ് കവർ എടുത്തു വയ്ക്കണം. അങ്ങനെ എടുത്തു വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ റിട്ടയർമെന്റ് ലൈഫ്, അതായത് എല്ലാ ദിവസവും അല്ലെങ്കിൽ അവസാനം വരെയും നമ്മുടെ ഈ ശരീരം നമ്മളെ ആരോഗ്യപരമായിട്ട് തന്നെ ജോലി ചെയ്യാൻ അനുവദിച്ചോളണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെയൊന്നും ഗ്യാരണ്ടി ഒന്നുമില്ലല്ലോ. അപ്പോൾ അത്തരത്തിലൊരു അവസ്ഥയെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യും? അതിനു വേണ്ടി എപ്പോഴാണോ നമ്മളൊരു ജോലിക്കാരനാകുന്ന, ഇൻകം വരുന്ന ആ സമയത്ത് ഒരു നിശ്ചിത തുക, പൊട്ടാത്ത പൊളിയാത്ത സ്റ്റാൻഡേർഡ് കമ്പനിയായിട്ടുള്ള, ബ്രാൻഡഡ് കമ്പനിയിലായിട്ടുള്ള 42 ലക്ഷം കോടിയിലധികം ആസ്തിയുള്ള ആ സ്ഥാപനത്തിൽ ഒരു മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളുടെ ലൈഫ്, അതായത് തീർച്ചയായിട്ടും ചെറിയ പൈസ ആയിരിക്കും, ഒരു 50 രൂപ ഉണ്ടെങ്കിൽ പോലും മെമ്പർഷിപ്പ് എടുക്കാം. അങ്ങനെ ഒരു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവസാന ഘട്ടത്തിൽ അല്ലെങ്കിൽ എപ്പോൾ നമുക്ക് വേണം ആ സമയത്ത് അവസാനം വരെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതും മെച്യൂരിറ്റി തുക വേറെ കിട്ടിക്കൊണ്ടിരിക്കുന്നതും നമുക്ക് വേണ്ടെന്ന് വെക്കുമ്പോൾ നിർത്താവുന്നതും, അതല്ലെങ്കിൽ നമ്മളൊരു ഡെത്ത് സംഭവിച്ചാൽ നമ്മുടെ നോമിനിക്ക് നമുക്കൊരു സഹായമായി കൊടുത്തുകൊണ്ട് എന്താണോ അടച്ചാലും അടച്ചു തീർന്നില്ലെങ്കിലും അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലും ആ അഷ്വേർഡ് തുക നമ്മുടെ നോമിനിക്ക് കൊടുക്കുന്ന ഒരു സഹായ പദ്ധതിയുണ്ട്. അതിലും ഒക്കെ അതിനെക്കുറിച്ച് ആലോചിക്കുക, ചിന്തിക്കുക, അതൊക്കെ മനസ്സിലാക്കുക, ജീവിതത്തിൽ കൊണ്ടുവന്ന് നമ്മൾ നമുക്ക് തന്നെ ഭാരമാകാതെ, അതല്ലെങ്കിൽ നമ്മുടെ ഡിപ്പെൻഡേഴ്സിനും ഒരു ബുദ്ധിമുട്ടായി തീരാതെ ജീവിക്കാൻ കഴിയും. അതോടൊപ്പം കുട്ടികളുള്ള പാരന്റ്സ്, ആ കുട്ടികളുടെ പഠിത്തം, ഇന്നത്തെ കാലത്ത് എത്ര നാൾ ജീവിക്കും, എങ്ങനെ ജീവിക്കും, എപ്പോൾ എന്ത് സംഭവിക്കും എന്നൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെയാണ് പോകുന്നത്. ഇതൊക്കെ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും. അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അച്ഛനും അമ്മയും ചെയ്തു വെച്ചാൽ, പാരന്റ്സ് ആരെങ്കിലും നമ്മളുടെ അസാന്നിധ്യത്തിൽ ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, പക്ഷെ സംഭവിച്ചു പോയാൽ ആ കുട്ടിയുടെ പഠനം കമ്പനി കംപ്ലീറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ഒരു 5 വർഷമൊക്കെ കിട്ടുന്ന പദ്ധതികളുണ്ട്. അതൊക്കെ എടുത്തു വെച്ചാൽ തീർച്ചയായിട്ടും നമ്മളുടെ അസാന്നിധ്യത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു അനാരോഗ്യാവസ്ഥയിൽ, ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ, വരുമാനം നിലക്കുന്ന അവസ്ഥയിൽ കുട്ടികളുടെ കാര്യം ഇതൊക്കെ ചെയ്തു വെച്ചാലും ഇല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. അന്നേരം ഒരു പെനാൽറ്റി പാരന്റ് ആകാതെ എങ്ങനെ ഒരു പ്രോഫിറ്റ് മേക്കിംഗ് പാരന്റ് ആയിക്കൊണ്ട് നമുക്ക് കുട്ടികളുടെ പഠിത്തം കംപ്ലീറ്റ് ചെയ്യാം എന്നും ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇനി വേണ്ടാത്ത സാധനങ്ങൾ എന്ത്? ഇത്രയും കാര്യം നമ്മൾ സൂക്ഷിക്കേണ്ടതും അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് കുറക്കുകയോ മിനിമൈസ് ചെയ്യുകയോ ചെയ്യുക എന്നാണ് പറയുന്നത്. അല്ലാണ്ട് ഒറ്റയടിക്ക് ഇവന് ഇത്രയൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ ഒരു വേണ്ട. ഞാൻ ആരോഗ്യ ചിന്തനകൾ, അതായത് ആരോഗ്യ ടിപ്സിന്റെ അന്തസത്ത കാതലായ കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ചായ, കാപ്പി, പാല്, പാലുൽപ്പന്നങ്ങൾ, മൈദ, അച്ചാർ, പപ്പടം, ബിസ്ക്കറ്റ്, ബേക്കറി സാധനങ്ങൾ, ഈ സാധനങ്ങളുടെ ക്വാണ്ടിറ്റി പറഞ്ഞ ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. ഇത്തരം സാധനങ്ങൾ മിനിമൈസ് ചെയ്യുക, അതിന്റെ ക്വാണ്ടിറ്റി കുറക്കുക, നമ്പേഴ്സ് ഓഫ് ടീ അല്ലെങ്കിൽ അതുപോലെയുള്ള സാധനങ്ങളുടെ അളവ് കുറച്ചിരിക്കുക, പരമാവധി കുറക്കുക, നിയന്ത്രിക്കുക. ഐസ്ക്രീം, ബേക്കറി സാധനങ്ങൾ, ഇവയെല്ലാം എന്ത് പറ്റും? അനാരോഗ്യാവസ്ഥയിലേക്ക് ശരീരത്തെ കൊണ്ടുപോകും. അതോടൊപ്പം എന്ത് പറ്റും? ഹോസ്പിറ്റലൈസേഷൻ ചെയ്യുന്നതിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കും. ഇതൊക്കെയാണ് ഏതാനും കാര്യങ്ങൾ. ഞാൻ ഏതാണ്ടൊക്കെ എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്തിട്ടുണ്ട്. ശരീരം എന്താണെന്ന് പറഞ്ഞു, ആരോഗ്യം എന്താണെന്ന് പറഞ്ഞു, എങ്ങനെ ആരോഗ്യത്തിന് വെള്ളം, അതുപോലെ തന്നെ ഭക്ഷണം, ഫുഡ് പ്ലേറ്റ്, അതുപോലെ തന്നെ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും അനാരോഗ്യാവസ്ഥയെ നമ്മൾ എങ്ങനെ നേരിടാം ഇൻഷുറൻസ് എന്ന പദ്ധതിയിലൂടെ നമുക്ക് നേരിടാം. ഇത്രയും ശ്രദ്ധിച്ചാലും വരുന്ന കാര്യങ്ങൾ നേരിടാമെന്ന് പറഞ്ഞു. ആക്സിഡന്റിനെ എങ്ങനെ നേരിടാമെന്ന് പറഞ്ഞു. ഏതാണ്ട് രൂപരേഖകളൊക്കെ കിട്ടിക്കാണും എന്ന് പറഞ്ഞുകൊണ്ടും ഇതിനൊരു അവസരം ഉണ്ടാക്കി തന്ന സൈഫ് സാറിനും എന്നെ ശ്രമിച്ചതായി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം സർവശക്തനും നന്ദി രേഖപ്പെടുത്തുകയാണ്. യൂണിവേഴ്സ് നമുക്ക് ഇത്ര ഒരു സൗകര്യം ഉണ്ടാക്കി തന്ന്, നമ്മൾ കരുതുന്ന നമ്മളുടെ കഴിവാണെന്ന് ഒന്നുമല്ല. കാരണം ഈ ഒരു നെറ്റ്വർക്കിലൂടെ അല്ലെങ്കിൽ ഈ KSEB-യുടെ സഹായം കൊണ്ടും നെറ്റ്വർക്കിലൂടെ ഒക്കെയാണ് നമുക്കിത് സാധ്യമാകുന്നത്. ഡിയർ ഫ്രണ്ട്സ്, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇന്ററാക്ഷൻ ചെയ്യാം, എന്തെങ്കിലും ചോദ്യോത്തരങ്ങൾ ഉണ്ടെങ്കിൽ അതിലൂടെയൊക്കെ മുന്നോട്ട് പോയിട്ട് നമുക്ക് വൈൻഡപ്പ് ആകാം. ഏതാണ്ട് സമയം ഏതാണ്ട് അതിന്റെ 20 കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു സാറേ, താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട
ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആരോഗ്യത്തെ കുറിച്ച് നല്ലൊരു അവയർനെസ് ക്ലാസ് ആണെന്ന് സാറ് തന്നത്. ഉം. അപ്പൊ ആർക്കെങ്കിലൊക്കെ ഫീഡ്ബാക്ക് പറയാനുണ്ടാവും. അപ്പൊ ഫീഡ്ബാക്ക് സെക്ഷനിലേക്ക് കടക്കാം. അപ്പൊ ഓരോരുത്തരായിട്ട് ഫീഡ്ബാക്ക് പറയാം. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഓരോ സബ്ജക്റ്റും ഒരു ടോപ്പിക്കായിട്ട് മുന്നോട്ട് വരുമ്പോഴാണ് അതിന്റെ പാരതമ്യയിൽ എത്തുക. എങ്കിലും ഞാൻ എല്ലാത്തിനെ കുറിച്ചും ഏതാണ്ട് ഈ പരിമിതിയിൽ വെച്ചുകൊണ്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ കേട്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഇന്ററാക്ഷൻ, ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ പറയാം. പിന്നെ ചാനലിലൂടെ എന്നെ കാണാനും കേൾക്കാനും ഒക്കെ പറ്റും. ബാബു പണിക്കശ്ശേരി, BA BU PANI KKSSERY എന്ന് യൂട്യൂബ് എടുക്കുക. യൂട്യൂബ് ചാനലിൽ ലോഗിൻ ചെയ്താൽ എന്റെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. ഞാൻ അതിലൂടെയൊക്കെ പബ്ലിക്കിന് വേണ്ടി പറയുന്നുണ്ട് കാര്യങ്ങൾ. എന്റെ പ്രൊഫഷന്റെ ഭാഗമാണ്. അപ്പൊ അതിൽ പറയുന്ന കാര്യങ്ങളും ആൾക്കാർക്ക് എല്ലാവർക്കും വേണ്ടവർക്ക് ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് തോന്നിയ മനസ്സിലാക്കി നല്ലൊരു ആരോഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഒന്നും കൂടിയും പറയാണ്, യൂട്യൂബ് എടുക്കുക, ബാബു പണിക്കശ്ശേരി BA BU PANI KKSSERY എന്ന് അടിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ, പബ്ലിക്കിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാം, കാണാം, മനസ്സിലാക്കാം, വിചിന്തനം ചെയ്യാം, ചർച്ച ചെയ്യാം, ഒക്കെ ആകാം. പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചാൽ പറയാനുള്ളത് പറയാം. അതല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പിലേക്ക് പോവാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ഫീഡ്ബാക്ക് സെക്ഷനാണ്. അപ്പൊ ഹാൻഡ് റൈസ് ചെയ്യുക. എല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ട കാമിനി, പറയൂ. ബാബു സാർ, യെസ്, നല്ലൊരു ഗുഡ് മോർണിംഗ് മാം. താങ്ക് യു. നല്ലൊരു സെഷനാണ് എടുത്തോണ്ടിരിക്കണേ. നമുക്കറിയാവുന്ന പല കാര്യങ്ങളും ഉണ്ട്. മൈദയൊക്കെ ദോഷം ചെയ്യും എന്നൊക്കെ നമുക്കറിയാം. അച്ചാറ് കാര്യങ്ങളൊക്കെ ദോഷം ചെയ്യും എന്നുള്ളതെല്ലാം നമുക്കറിയാം. പക്ഷെ എന്നാലും നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത്യാവശ്യം ഉപയോഗിച്ച് പോകുന്നുണ്ട്. പക്ഷെ എല്ലാറ്റിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയെ കുറിച്ച്, ഭക്ഷണത്തെ കുറിച്ച്, പിന്നെ ഈ പറയുന്ന പോലെ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് എല്ലാ അർത്ഥത്തിലും എല്ലായിടത്തും സാർ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ അതെ. പക്ഷെ അത് ഉപകാരപ്പെടുന്നുണ്ട്. കാരണം ഒരു സെഷൻ ആണെങ്കിലും ഉപകാരം തന്നെയാണ്. പക്ഷെ ഇതെല്ലാം കൂടെ വന്നപ്പോ ഒന്നും കൂടെ നമുക്ക് അതിലേക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചു. അടുക്കള എങ്ങനെയായിരിക്കണം, അടുക്കളയിൽ പാചകം ചെയ്യുന്നവരെങ്ങനെയായിരിക്കണം, അങ്ങനെ എന്താ പറയാ, A to Z ഒന്ന് ടച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സാറ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു സാർ. ഇനിയും ഇതുപോലെ നല്ല നല്ല ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. അവസരമുള്ളപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. ഓരോ സബ്ജക്റ്റും നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. സന്ദർഭമായിട്ടൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ ഹെൽത്തി ലൈഫ്. പിള്ളേർക്കൊക്കെ നമ്മള് ബിസ്ക്കറ്റ്, ഐസ്ക്രീം, ബേക്കറി സാധനങ്ങള്, എന്തെന്നാ പറയണത്, നൂഡിൽസ്, അങ്ങനെ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അത് നമ്മുടെ നാക്കിന് രുചിയാണ്. അത് ആശുപത്രിയിലേക്ക്, രോഗാവസ്ഥയിലേക്ക്, ശരീരത്തിനെ ഹനിക്കുന്ന കാര്യങ്ങളാണ് എന്നും കൂടി ഓർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളുടെ കുട്ടികളാണ്, നമ്മളാണ് അതിന്റെ ഉത്തരവാദിത്തം വഹിക്കേണ്ടത്. അതുകൊണ്ട് ടേസ്റ്റും അവിടെ മാറ്റി നിർത്തുകയോ കുറയ്ക്കുകയോ മിനിമൈസ് ചെയ്യുകയോ ആ ക്വാണ്ടിറ്റി കുറയ്ക്കുകയോ ചെയ്തുകൊണ്ട് ഒരിക്കലും നമ്മുടെ കുട്ടികൾക്ക് അതൊന്നും മേടിച്ചു കൊടുക്കരുത്. ഞാനത് പറയുന്നതിന്റെ കാരണം ഉണ്ടല്ലോ, വളരെ ഡേഞ്ചറാണ് സംഭവം. നിരന്തരമായി സ്ഥായിയായി. അതുപോലെ തന്നെ ബ്രെഡ്, ബിസ്ക്കറ്റ്, ബേക്കറിയിലോട്ട് എപ്പോ കയറാൻ തുടങ്ങിക്കോ ആശുപത്രിയിലേക്കും കയറേണ്ടതായിട്ട് വരും എന്നും കൂടി ഓർപ്പിക്കുകയാണ്. ഒരിക്കലും നമ്മളോ ഫീഡ്ബാക്ക് പറയാൻ ഇനി ആരാ വരുന്നേ? ഹലോ, ഫീഡ്ബാക്ക് സെക്ഷനിലേക്ക് വരുന്ന ആരിനി? ഹലോ, മാജിക് മോർണിംഗ് ഓൾ. മാജിക് മോർണിംഗ് ബാബു സാർ. യെസ് മാം, താങ്ക് യു. പറയൂ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നമുക്ക് A to Z നമ്മള് കല്യാണം കഴിക്കുന്നത് മുതൽ ജീവിതം അവസാനിക്കുന്നത് വരെ പാലിക്കേണ്ട അവരുടെ കാര്യങ്ങൾ സാറ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നു. താങ്ക് യു സാർ. ഇങ്ങനെ നല്ല ക്ലാസ് തന്നതിന് താങ്ക്സ് ഉണ്ട് സാറിന്. അതുപോലെ ഇനിയും ഇങ്ങനെ സെക്ഷൻസുമായിട്ട് മുന്നോട്ട് വരിക സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.
നമ്മളെ സമയം ഇവിടെ ഏതാണ്ടൊക്കെ ആയി തുടങ്ങിയിട്ട് ഒരു 1-2 ആൾക്കും കൂടി പറയാം. മണി സാർ, എന്ത് വേണമെങ്കിലും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് പോരാന്നോ എന്ത് വേണമെങ്കിലും ഒക്കെ പറഞ്ഞാൽ അത് എന്നെ മോട്ടിവേറ്റ് ചെയ്യും. കാരണം ഞാൻ സാധാരണ സ്റ്റേജിലൊക്കെയാണ് സംസാരിക്കാറ്. ഈ കുറഞ്ഞ ഓരോ പ്ലാറ്റ്ഫോമിൽ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പല കാറ്റഗറിയാണ്, പല കൈവിരലുകളിലെ പോലെയുള്ള കാര്യങ്ങളാണ്. മണി സാർ, ഹലോ. സാർ മാജിക് മോർണിംഗ് പറയൂ. സൗണ്ട് ഇല്ല. മ്യൂട്ടാണ്. ആ മ്യൂട്ടാണ് മണി സാറേ. സൗണ്ട് കേൾക്കുന്നില്ല സാർ. ായി പോകുന്നതാണ്. ഇവിടെ ഒരു നെറ്റ് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ്. ക്ലാസ് നന്നായിരുന്നു സാർ. എല്ലാ ആരോഗ്യം എങ്ങനെ നിലനിർത്തണമെന്നും നമുക്ക് മെഡിക്കൽ എക്സ്പെൻസ് എങ്ങനെ കുറക്കാമെന്നും വളരെ നല്ല രീതിയിൽ എല്ലാ പോയിന്റ്സും വെച്ചിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഭക്ഷണം, ശ്വാസം, ഉറക്കം, അതിനുവേണ്ട വിശ്രമം, എല്ലാത്തിന്റെ കാര്യങ്ങളിലും മനോഹരമായിട്ട് പറഞ്ഞു തന്നത്. താങ്ക് യു സോ മച്ച്. നന്നായിട്ടുണ്ട് സാർ. ഓക്കെ, താങ്ക് യു സാർ. ഇനിയിപ്പോ നമുക്ക് 2 മീറ്റിംഗ് കൂടി ഉള്ളൂ. നമ്മളെ മീറ്റപ്പിന്റെ കാര്യം ആരും മറക്കരുത്. 11-ാം തീയതി കൊണ്ടോട്ടി വെച്ച് നമ്മളെ മീറ്റപ്പ് നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ആ മീറ്റപ്പിലേക്ക് പങ്കെടുക്കണം. റസാഖ് സാറേ, സോറി, രജിസ്റ്റർ ചെയ്തവരിട്ടോ, എല്ലാരും പങ്കെടുക്കണ്ട. അതെ അതെ, രജിസ്റ്റർ ചെയ്ത ആൾക്കാർ. നമുക്ക് എന്നാലും ഇത് വൈൻഡപ്പ് ചെയ്തിട്ട് നമ്മളെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ ഓക്കെ ശരി, വൈൻഡപ്പ് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്തിരിക്കുന്നു കേട്ടാ. ലീഡേഴ്സ് ഇതിൽ നിൽക്കുക പോവല്ലേ. താങ്ക് യു. Okay, thank you, ma'am. Thank you very much. Thanks to all. Thank you. താങ്ക് യു ബാബു സാറേ, താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു ഓൾ. ലീഡേഴ്സ് അല്ലാത്തവർക്കൊക്കെ ചായ കുടിക്കാൻ പോവാം. ചായ ഇല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളൂ, ഞാൻ പൈസ കൊടുത്തോളാം. ബീന മാം എന്താ വരാഞ്ഞോ മീറ്റപ്പിന്? അതെന്താ ബീന മാമിനെ ഞാൻ വിളിക്കണല്ലോ. ബീന മാം എന്താ വരാഞ്ഞോ? ബീന മാമിനെ ഞാൻ ശരിക്കും മറന്ന കേട്ടോ. ഓക്കെ, ഷൈനിയോ? സാറ് ലീഡേഴ്സ് അല്ലല്ലോ, ഹോസ്റ്റ്. ഷൈനിക്ക് വരാൻ കഴിയില്ല സാറേ, ഷൈനി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശരി, നമുക്ക് തുടങ്ങിക്കോളാം. ലീഡേഴ്സ് അല്ലാത്തവർക്ക് ലെഫ്റ്റ് അടിക്കാട്ടാ. അപ്പോ സിന്ധു മാം, സേഫ് സാറ്, ഷൈമിന, നസീറ, വിൻസൻ സാർ ഉണ്ടല്ലോ അതില്, ഷൈനുണ്ട്. ഉണ്ട്, ഷൈനി ഉണ്ട്. അതല്ലെങ്കിൽ ഇത് വൈൻഡപ്പ് ചെയ്തിട്ട് വേറൊരു ലിങ്ക് ഇട്ടാൽ നമുക്ക് അതിൽ കയറി വരാലോ, ആവശ്യമുള്ളവർ മാത്രം. വേണ്ട, അവര് കേൾക്കണുണ്ടെങ്കിൽ അവര് ഒഴിവാകും. അവര് ഓണാക്കി ഇട്ടിട്ട് ഇരിക്കുകയാണ്. വിഷയാക്കണ്ട, നമ്മള് സ്റ്റാർട്ട് ചെയ്തോളൂ. തുടങ്ങിക്കോളി. പറയൂ സാറേ, ഞാനിവിടെ മഞ്ചേരിയിലാ. നിങ്ങളവിടെ മഞ്ചേരിയിൽ ഇരുന്നോളെ. ഇവിടെ ഭയങ്കര ഞാൻ പറഞ്ഞു നല്ല മഴയാണ്. 11-ാം തീയതിത്തെ കാര്യത്തിന് ഇപ്പോഴേ വന്നിരിക്കണ്ടല്ലോ. സേഫ് സാർ ഉണ്ടല്ലോ അതില്. അറ്റൻഷൻ പ്ലീസ്, സേഫ് സാർ ഇവിടെ. സർ, റസാഖ് സർ,
ഞങ്ങൾ ട്രെയിനിൽ വരാന്ന് വിചാരിക്കണോ? ട്രെയിനിലാണെങ്കിൽ നമ്മുടെ ഓഫീസിന്റെ അടുത്ത് നിങ്ങൾക്ക് തന്നെയാണോ റെയിൽവേ നഷ്ടമാണ് സ്റ്റേഷൻ? നഷ്ടമാണ് സ്വാമി, നഷ്ടമാണ്. കാരണം നിങ്ങൾ അതത് തിരൂര് വന്നിട്ട് തിരൂരിന്ന് പിന്നെ മലപ്പുറത്തേക്ക് കയറിയിട്ട് മലപ്പുറത്തുനിന്ന് പിന്നെ കൊണ്ടോട്ടിക്ക് കയറണം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനെക്കാളും നല്ല അല്ല, നേരെ പാലക്കാട്. കോഴിക്കോട്ടേക്ക് അല്ല, ഇവര് പറയണ്ടായിരുന്നു കോഴിക്കോട്ടേക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്താ കൊണ്ടോട്ടിയിൽ ഇറങ്ങാന്ന് പറയണോ? ആയ് അങ്ങനെ ട്രെയിനിലോ? ആ ആരായി പറഞ്ഞ ആള്? ആ ബെസ്റ്റ്. ഞാൻ അതാണ് നിങ്ങളുടെ അടുത്ത് റസാഖ് സാറത്ത് കൂടെ കൊണ്ടോട്ടിക്കുള്ള ഞാൻ ട്രെയിൻ എങ്ങനെ സംസാരിക്കാൻ പറഞ്ഞു. പോകണ്ട? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇനി മറ്റേ കുട്ടികൾ ഓടിക്കണ ട്രെയിനായിട്ട് ഓടുന്നുണ്ടോ അറിയില്ല. സാധാരണ തീവണ്ടി പോകണില്ലേ അതില്? ഞങ്ങള് സാറേ മൂന്ന് സ്ത്രീകളാണ് പാലക്കാട്ടിൽ ബസ്സിന് നിന്ന് പോന്നാ ഇറങ്ങുന്നത്. മതി ഷാമിനി, ബസ്സിന് കൊണ്ടോട്ടിയിലല്ല, പോന്നാ മതി. കൊയിലാണ്ടിയിൽ ഇറങ്ങാൻ അല്ല പറ്റും. കൊയിലാണ്ടി സാറേ, കൊണ്ടോട്ടി റസാഖ് സാർ ഉദ്ദേശിച്ച കൊയിലാണ്ടി ആയിരിക്കും. ഒരു രക്ഷയില്ല. ഷാമിനിക്ക് ഒരു കാര്യം ചെയ്യും, പാലക്കാട്ടിൽ നിന്ന് വരാനുള്ള നേരെ ബസ് ഇട്ടും കൊണ്ടോട്ടിക്ക് ഒരു പേരും എടുക്കണ്ട, ധൈര്യമായിട്ട് കാര്യക്കും. ട്രെയിനൊന്നും കയറി നിൽക്കണ്ട, കോഴിക്കോട് വെറുതെ ബസ്സിൽ കയറാം. ഓക്കെ പിന്നെ ഓക്കെ. വെറുതെ ഇരിക്കാൻ നിൽക്കണ്ട. എന്തിനാ പാലക്കാട് ഇതായിരിക്കും ഇങ്ങനെ കോഴിക്കോട് പറഞ്ഞു. ബസ് ഞങ്ങള് 3 സ്ത്രീകളെ പുറത്തിറങ്ങണ അതിന്റെ പാലക്കാട്ടിൽ നിന്ന് ആവശ്യമില്ല. 3 പേര്. പാലക്കാട് നിന്ന് നിങ്ങൾ 2.5 മണിക്കൂർ കൊണ്ട് ഏകദേശം ഒരു 3 മണിക്കൂർ കൊണ്ട് എന്തായാലും കൊണ്ടോട്ടിയിലെത്തും. വെറുതെ എന്തിനാ അതിലൊക്കെ ചുറ്റിക്കറങ്ങി പോകേണ്ട ആവശ്യം? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, റസാഖ് സാറിന്റെ അടുത്ത് സംസാരിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. സാർ എങ്ങനെയാണ് പറഞ്ഞ കോഴിക്കോട് ബസ്സിലൊന്ന് കയറി കഴിഞ്ഞാൽ എവിടെയും നമ്മളിപ്പോ ചുറ്റണ്ട. സിന്ധു മാം, ശിവ് സാർ ഒന്ന് വിളിക്കുക. കാരണം വെച്ചാൽ നമ്മള് മീറ്റിംഗ് വിളിക്കാൻ പറഞ്ഞ വിളിക്കാം. വിളിക്കാൻ പറഞ്ഞ ശിവ് സാറാണ്. എന്തിനാന്നുള്ളത് അറിയില്ലല്ലോ. ഇന്ന് സാർ സേഫ് സാർക്ക് എന്തോ ഒരു ചാർജ് ഓഫ് ഇല്ലാഞ്ഞേ, ഫോൺ ഓഫ് ആയ ഒരു ഇഷ്യൂ പറഞ്ഞിരുന്നു. ഇനി ഒന്ന് വിളിച്ചു നോക്കൂ. ഇല്ല, ആള് ഇതിലുണ്ടല്ലോ. ആളുണ്ട്, പക്ഷെ അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ പറഞ്ഞിരുന്നു. സംഭവം അത്രേ ഉള്ളൂ. നമ്മളെ പ്രോഗ്രാമിന് രജിസ്റ്റർ ചെയ്തത് 16 ആൾക്കാരാണ്. പിന്നെ എക്സ്ട്രാ, അതായത് നമ്മളെല്ലാവരും കൂടി കൂടിയിട്ട് ഒരു 4-5 ആളുകൾ 20 ആയിട്ടുണ്ട്. ഏകദേശം നമ്മൾ വിചാരിച്ച ആളുകളായിട്ടുണ്ട്. അപ്പൊ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് മീറ്റിംഗ് വിളിച്ചിരുന്നത്. സാറ് വരാഞ്ഞാൽ പിന്നെ നമുക്ക് കൊണ്ട് കാര്യമൊന്നുമില്ല. നോക്കാം, വിളിച്ചോക്കട്ടെ, ഒരു മിനിറ്റ്. മിനി 6600 രൂപ ഉണ്ട്. ഭക്ഷണത്തിന് അതിനകത്തും പേരില്ല. ഒരു 30 തൊട്ട് 30 900. സാറെ വിളിക്കുമ്പോ സ്വിച്ച് ഓഫ് പറയുന്നത്, വാട്സപ്പ് കോൾ ചെയ്തപ്പോ ആളെടുക്കണില്ല. അല്ല, സ്വിച്ച് ഓഫ് ആണ്. വാട്സപ്പ് കോൾ നമുക്ക് അറിയില്ല തോന്നുന്നു. വെറുതെ റിങ് പോകും. അവർക്ക് എത്തിയോ എത്തിയില്ല എന്നുള്ളത് നമുക്ക് അറിയില്ല എന്ന് തോന്നണം. റസാഖ് സാറെ വിളിച്ചിട്ട് കിട്ടണില്ല. അപ്പൊ രസമില്ല. കാരണം സേഫ് സാറാണ് നമ്മൾക്ക് എന്തോ പറയാനുണ്ട്, മീറ്റിംഗ് വിളിച്ചോളി എന്ന് പറഞ്ഞത്. പക്ഷെ എന്താണ് പറയാനുള്ളത് സേഫ് സാറിനല്ലേ അറിയുള്ളൂ. അജിഷോട് ചോദിച്ചു നോക്കാം. വലിയ നേക്കുണ്ടാ? ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ അടുക്കളയിൽ ഓട്ടപ്പാച്ചിലാണ്, അംഗം വെട്ടലിലാണ്. മീറ്റിംഗ് സാറ് പറഞ്ഞായിരുന്നോ? അതെ. ഓക്കെ. ഏതായാലും ഇപ്പൊ രജിസ്റ്റർ ചെയ്ത ആൾക്കുള്ള ഒരു ഇത് റസാഖ് സാർ കൊടുത്തോളൂ. രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് നമുക്ക് ഫുഡ് അതാണ് തീരുമാനിക്കണം എന്നുള്ള കാര്യം ഒന്ന് ഹാൻഡിൽ ചെയ്ത് നിങ്ങളൊന്ന് ടീമായിട്ട് സെറ്റ് ആക്കിക്കോളൂ. എന്താ ഞാൻ കേൾക്കുന്നുണ്ട്, രാവിലത്തെ ഒരു ഓട്ടപ്പാച്ചിലായതുകൊണ്ടാണ്. ഞാനൊന്ന് ലീവ് ചെയ്യട്ടെ റസാഖ് സാറെ, നിങ്ങൾ തീരുമാനിച്ചോളൂ. ഞാൻ പോവാൻ നോക്കട്ടെ. വീട്ടിലെത്താൻ 10 മണിയാകുമ്പോൾ. ഞാൻ ലീവ് ചെയ്യണേ. ഓക്കെ. സെമിറാമോ ഒന്ന് കോർഡിനേറ്റ് ചെയ്തിട്ടെ ഒന്ന് ഹാൻഡിൽ ചെയ്യില്ലേ? ഒന്നുമില്ല. കാരണം സേഫ് സാറിനോട് സംസാരിക്കാനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കൊന്നും ചെയ്യാനില്ല ഇവിടെ. കാരണം പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാന്നില്ല. അപ്പൊ സാറ് കണ്ടില്ലേ, സാറെന്താ ഫോൺ ഓഫ് ആയിരിക്കാണല്ലോ, വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ഫോൺ ഓഫ് ആയി, ചാർജ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഇന്നലെ വിളിക്കേണ്ടി നമുക്ക് കൂടാം. നല്ല മഴ പെയ്തിട്ടേ
ഉണ്ട് എല്ലായിടത്തും ഫോണിന്റെ ഇഷ്യൂ ഉണ്ട്. ചാർജ് ഇല്ലാതെ ഓഫായി. ഇപ്പൊ സുലേഹ മാമിനെ വിളിച്ചപ്പോ മാമിന്റെ ചാർജ് ഇല്ല, കേറാൻ പറ്റുന്നില്ല പറയുന്നു. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. നമുക്ക് നല്ല ചിക്കൻ ബിരിയാണി ആക്കിയാ പോരെ ഉച്ചക്ക്? ആൾക്കാർക്കുള്ള മൂടുണ്ട് അജിസന്റെ സാർ. കാര്യമായിട്ട് രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. രാവിലെ നല്ല ഫുഡാണ് അജിസ, എന്താ സംഭവം അറിയില്ല, നല്ല ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. രാവിലെ മനസ്സിലായി. ഹസ്ബൻഡ് നേരത്തെ പോണം, പിന്നെ ഓഫീസിലേക്ക് പോണ്ടേ. ഓഫീസിൽ തീരുമാനിച്ചോ എങ്ങനെയാണ്? ഓഫീസിൽ ഇന്നലെ ഡിസ്കഷൻ നടന്നില്ല ജസ്റ്റ് ഒന്ന് നടന്നിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇന്നലെ നല്ല തിരക്കായിരുന്നു, സാറും ബിസി ആയിരുന്നു. സാറിന് ഇന്നലെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബിസി ആയിരുന്നു. നമുക്ക് ജോലിക്ക് ഇൻഫോം ചെയ്യിക്കാം. റിസൾട്ട് അങ്ങനെയാണെങ്കിൽ ഈവനിങ് സാറിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈവനിങ് വെച്ചാലോ മീറ്റിംഗ്? ഓക്കെ, ഞാൻ സംസാരിച്ചോളാം, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. പിന്നെ അജിസ ഒരു കാര്യം ചെയ്യും, ഓഫീസിൽ ചെല്ലുമ്പോ ഓഫീസിന്റെ ഒരു ലൊക്കേഷൻ വിട്ടോളും കേട്ടോ. ഇതിപ്പോ എന്തായാലും അതിന്റെ പരിസരത്തൊക്കെ ആയിരിക്കും. ഓഫീസിന്റെ ലൊക്കേഷൻ വിട്ടോളൂ, ഓഫീസിൽ എത്തിക്കോട്ടെ 9 മണിക്ക്. ആയിക്കോട്ടെ, ഞാൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പൊ വേറൊന്നും സംസാരിക്കാനില്ല. ഓക്കെ, ശരി, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പൊ വൈകുന്നേരം ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്യുവാരാണെങ്കിലും. വിളിക്കും. ശരി ശരി.